നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്താൽ മതി. ആ അല്ല, എന്തൊക്കെ കാര്യങ്ങൾ വാച്ച് ചെയ്യാനാ പറഞ്ഞത്? ശരത്തേട്ടന്റെ ദുരൂഹമായ സംസാരങ്ങള്, സഞ്ചാരങ്ങള്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അത് മനസ്സിലാക്കിയില്ലെങ്കിലേ എനിക്ക് അപകടമാണെന്ന്. ആ, അത് അവളുടെ തന്ത്രം. എനിക്ക് തോന്നുന്നതേ നിത്യമോളെ ഉപയോഗിച്ച് അവള് ചാരപ്പണി നടത്തുകയാണെന്ന. ശരത്തുമോനെതിരെ കള്ളത്തെളിവുകളും സാക്ഷികളും ഉണ്ടാക്കി അവനെ നമുക്ക് മുമ്പിൽ മോശക്കാരനാക്കി കാണിച്ച അവള് ജയിച്ചല്ലോ. പാർവതി, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മരുമോളോട് അവളുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയണം. നിത്യമോളുടെ ജീവിതമേ അവൾ സ്വയം തെരഞ്ഞെടുത്തതാ. അതിൽ അവൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്കും വിശ്വാസമാണ്. അതെ, കൊച്ചവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കട്ടെന്നേ. അതിനവക്കെന്താ എത്ര വെപ്രാളം? നമ്മളെല്ലാം നിത്യമോളുടെ കൂടെ നിൽക്കുവല്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? ഞാൻ ദേവികയോട് പറയാം. ദേവിക ഇത് പറഞ്ഞപ്പോ നിനക്ക് മറുപടി പറഞ്ഞൂടായിരുന്നോ? ഓ, ഞാനിനി മറുപടി പറഞ്ഞിട്ട് ഇവിടെ ഒരു വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചു. അവര് പറഞ്ഞത് ഒരു ചെവിയിലൂടെ കേട്ടു, മറ്റേ ചെവിയിലൂടെ പുറത്തു വിട്ടു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ആകാവുള്ളൂ. കാരണേ നേരത്തെ അടവുകളൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവള് വഴക്കും ബഹളമൊക്കെ മാറ്റിവെച്ച് പുതിയൊരു പരിവേഷമായിട്ട് ഇറങ്ങിയേക്കുവാ. നിത്യയെ കൂട്ടുപിടിച്ച് ശരത്തിനെ പുകച്ച് പുറത്തിയടിക്കാൻ. അത് ശരിയല്ലല്ലോ. അവനൊരു പാവം കൊച്ചൻ, നമ്മുടെ പെൺകൊച്ചിനെ പ്രാണനാ അവന്. അവളുടെ വാക്കും കേട്ടു ശരത്തുമോനെ വേണ്ടെന്ന് വെച്ചാലേ നമ്മുടെ ഈ കൊച്ചിന് വേറൊരു ബന്ധം കിട്ടുമോ? ഒരു ചെറുപ്പക്കാരന് ഇത്രയും കാലം കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അവനങ്ങ് പോയി കഴിഞ്ഞാ നിത്യയുടെ ഭാവി എന്താവും? ഒരു മോശം പെണ്ണെന്ന പേരുദോഷം ഉണ്ടാകുകയും ചെയ്യും, ഇവിടുന്ന് പോകുകയും ചെയ്യും. അതാ അവളുടെ ഉദ്ദേശം. എന്നാലും എന്നാ വലിയ ബുദ്ധിയാ അവളുടേത്.